നാടെങ്ങും തെരഞ്ഞെടുപ്പ് ആഘോഷത്തിലാണ്. വിജയിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ, ആവേശത്തിലാണ് അണികള്. പക്ഷെ സന്തോഷമില്ലാത്ത മനസ്സുമായി ഒരു മനുഷ്യനിപ്പോൾ കണ്ണൂരിലുണ്ട്. LDF കൺവീനർ EP ജയരാജൻ. സീനാകെ മൊത്തം ശോകമുഖാണ്. കൊട്ടിക്കാലാശത്തിന്റെ അന്നാണ് നമ്മുടെ ശോഭേച്ചി EPക്കെതിരെ ഒരു ബോംബിട്ടത്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഇതാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും തീർന്നിട്ടില്ല. EP ജയരാജൻ BJPയിലേക്ക് വരാൻ നീക്കം നടത്തിയിരുന്നു. പിന്നെ എന്തായിരുന്നു ശോഭേച്ചി പറഞ്ഞത്? അച്ചട്ടാണെന്ന് പറഞ്ഞ് സുധാകരൻ വരുന്നു. സുധാകരൻ എന്നും കഴിക്കണം, മരുന്ന് കഴിക്കാത്തതിന്റെ പ്രശ്നമാണെന്ന് EP പറയുന്നു. അപ്പൊ വീണ്ടും ശോഭേച്ചി പറയുന്നു EP പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തിയിരുന്നു. ഇതൊന്നും കൂടാണ്ട് കുറെ പേപ്പറും പൊക്കി പിടിച്ച് ദല്ലാൽ നന്ദകുമാറും വരുന്നു. തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിൽ മറുപടി പറയാൻ സമയമില്ലാത്ത സമയത്ത് ഒരു അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് സുധാകരൻ്റെ മേലെയുള്ള BJPയിലേക്കുള്ള പോക്കിനെ ലഘൂകരിക്കാനുള്ള ഒരു ശ്രമം നടന്നു. ആസൂത്രിതമായൊരു ഗൂഢാലോചനയായിരുന്നു അത്. അതിൽ എൻ്റെ പേര് വലിച്ചിഴച്ചു. എൻ്റെ പേര് വലിച്ചിഴക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ഞാൻ ഇന്ന് വരെ ശോഭാ സുരേന്ദ്രനുമായിട്ട് ഒരിക്കൽ പോലും നേരിട്ട് സംസാരിച്ചിട്ടില്ല, അടുത്തു നിന്ന് കണ്ടിട്ടില്ല. അതന്നെ നോട്ട് ദ പോയിന്റ്. ശോഭാ സുരേന്ദ്രനുമായി നേരിട്ട് കണ്ട് ഞങ്ങളുടെ EP സംസാരിച്ചിട്ടില്ല. അത് പിന്നെ ഇവിടെ എല്ലാവർക്കും അറിയണതല്ലേ. EP നിസ്സാരക്കാരനല്ല. EPയുടെ പിടി അങ്ങ് ദേശീയ തലത്തിലാണ്. BJP നേതാവ് പ്രകാശ് ജാവദേക്കറാണ് EPയുടെ മെയിൻ കൂട്ട്. ആ സ്ഥാനത്തേക്കാണോ ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവരുന്നത്? വാട്ട് ഈസ് ദിസ്? ഞങ്ങളുടെ EPക്ക് ഇതൊന്നും ഇഷ്ടമല്ലട്ടാ. ശോഭ പറഞ്ഞ മറ്റൊരു കാര്യം, പിണറായിയുടെ ഒപ്പം തലയെടുപ്പുള്ള EP ജയരാജൻ, എന്നെയും EP ജയരാജനെയും കാണാൻ കേരളത്തിന്റെ ഇൻചാർജ് ജാവദേക്കർ കണ്ടു, സംസാരിച്ചു. എന്റെ സാന്നിധ്യത്തിൽ ജാവദേക്കർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ രക്ഷയില്ല. EP ജയരാജൻ പറഞ്ഞു രക്ഷയില്ല, അഡ്ജസ്റ്റ്മെന്റിന് വിധേയമാവാമോ എന്ന് ചോദിച്ചു. പകരം പിണറായി വിജയന്റെ വീട്ടിലെ SNC ലാവലിനെ അവസാനിപ്പിക്കാം, യാതൊരുവിധ ബഹളത്തിനും നടപടി ഉണ്ടാവില്ല. ഇതെന്റെ ഉറപ്പല്ല, എന്റെ വീട്ടിൽ അമിത്ഷാ വരും, അവിടെ വെച്ച് EPക്ക് ഉറപ്പ് തരുന്നു. ആരെങ്കിലും അറിഞ്ഞ വലിയ നാണക്കേടല്ലേ? എന്തിനാണെന്ന് ഞങ്ങളുടെ EP സാഹസത്തിനൊക്കെ മുതിർന്നത്? കേട്ടാൽ ആരുടെയും കരളലിഞ്ഞു പോകും. അപ്പൊ പിണറായി വിജയന്റെ സംരക്ഷകനായുള്ള ഡിസ്കഷനാണ് EP ജയരാജൻ വന്നത്. അല്ലാണ്ട് EP ജയരാജൻ തലയിൽ ഓളം ഉണ്ടോ അനാഥനാവാൻ, BJP പോവാൻ? മുഖ്യമന്ത്രിക്കെതിരായ ലാവലിംഗ് കേസ് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പാവം EP ഈ റിസ്ക് ഒക്കെ എടുത്തത്. 2 കണ്ടീഷനാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, തൃശ്ശൂരിൽ സുരേഷ് ഗോപിജിനെ ജയിപ്പിക്കണം. 2, അങ്ങനെ ജയിപ്പിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരായ ലാവലിംഗ് കേസ് എന്ന് പറഞ്ഞു പോകും. തൃശ്ശൂർ സീറ്റ് CPIയുടെ കയ്യിലായോണ്ട് ഒന്നും നടക്കാൻ പോണില്ല എന്ന് EP പറഞ്ഞു എന്നാണ് ദല്ലാൾ പറയണത്. ഒരു സംഗതി നടന്നില്ലെങ്കിലും സ്വന്തം ചങ്കിന് വേണ്ടി ഇത്രയൊക്കെ കാണിച്ചില്ലേ EP? യു ആർ ഗ്രേറ്റ് മാൻ, നൻപണ്ട. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മുടെ EPനെ തേടി വരുന്നത്. ചതിച്ചു ഗൈസ്, ചതിച്ചു. സംഭവം വിവാദമായപ്പോ CM നൻപനെ തള്ളി പറഞ്ഞു. EP ജയരാജന്റെ പ്രകൃതം എല്ലാവർക്കും അറിയാലോ. ഈ എല്ലാവരുമായും നല്ല സുഹൃത്ബന്ധം വെക്കുന്ന ഒരാളാണ് ജയരാജൻ. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുന്നു. ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്ക് തെളിയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതിർകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ്. ഇതിൽ സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ്. എന്നാലും CM ഞങ്ങളുടെ EPയോട് ഈ ചതി വേണ്ടായിരുന്നു കേട്ടാ. തലയിൽ വെച്ചാൽ പേനിരിക്കും, താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കുന്നുള്ള പോലെയല്ലേ EP CMനെ കൊണ്ടുനടന്നിരുന്നത്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഈ ഭൂമിയിൽ മാത്രമല്ലല്ലോ, അങ്ങ് ആകാശത്ത് നിങ്ങൾക്ക് രക്ഷകനായി ഞങ്ങളുടെ EP അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഹൈ, വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ്സുകാരും മുദ്രാവാക്യം വിളിച്ചപ്പോ ഒറ്റ തള്ളലിൽ അവരെ താഴെയിട്ട ആളാ നമ്മുടെ EP. അതൊക്കെ നിങ്ങൾ മറന്നു അല്ലേ? ചങ്കിനകത്ത് കൊണ്ട് നടന്നതിനുള്ള പാവത്തിന് കിട്ടി. EP മൊത്തം സെഡാണ് ഗൈസ്. എന്തായാലും EP പ്രകാശ് ജാവദേക്കറായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണം വന്നപ്പോ തൊട്ട് ജിമാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. എപ്പോഴാ അടുത്ത നറുക്ക് വീഴാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യും.
അതിൽ BJP ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്. ആരൊക്കെയാണോ ചേരാൻ താല്പര്യമുള്ളത് അവർക്കൊക്കെ സ്വാഗതം. പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നത് ഈ CPM BJP ബന്ധത്തിനുള്ള ഒരു തെളിവ് കൂടിയാണ് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളെന്നാണ്. അല്ല, ധാരാളം കോൺഗ്രസിന്റെ 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ടല്ലോ. എല്ലാ പാർട്ടികളിലുള്ള ആളുകൾ വരും, ഇനിയും വരും. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനിയും കോൺഗ്രസ്സുകാർ വരും, ഇനിയും CPMകാർ വരും. ഓ, എന്താ സന്തോഷം. ആര് വന്നാലും 2 കൈ നീട്ടി സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണല്ലേ ഗജ ഗള്ളൻ. എന്നാലും EP ഒരു ഗതികേടില്ലേ. CMന് ശകാരിക്കണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ പാർട്ടി മീറ്റിംഗിൽ പറഞ്ഞാൽ പോരായിരുന്നോ? ഈ കണ്ട നാട്ടുകാരുടെയൊക്കെ മുന്നിൽ വെച്ച് EP കൂട്ടുകെട്ട് ശരിയല്ല എന്ന് പറയുന്നത് ശരിയാണോ? ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കൂട്ടുപ്രതിയെ തള്ളിപ്പറഞ്ഞ് 1-ാം പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. 1-ാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കാരണം ഇപ്പോഴാണ് CPM BJP ബന്ധം മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. ജാവദേക്കറെ കണ്ടതുകൊണ്ടും സംസാരിച്ചതുകൊണ്ടും ഒരു കുഴപ്പമില്ലെന്നാണ്. അതായത് ജാവദേക്കറെ EP ജയരാജൻ കണ്ടത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ്. ഇപ്പൊ എന്നിട്ട് അവസാനം പിടിക്കപ്പെട്ടു കണ്ടപ്പോൾ കൂട്ടുപ്രതിയെ തള്ളിപ്പറയാണ്. എന്നിട്ട് പറയാം ശിവന്റെ കൂടെ പാപി ചേർന്നാൽ ശിവനും പാപിയാവുമെന്ന്. നല്ല ശിവനാണെങ്കിൽ കത്തിയെരിഞ്ഞു പോകും പാപി. നല്ല ശിവനാണ്, ഒറിജിനൽ ശിവനാണെങ്കിൽ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ശിവന്റെ കൂടെയാണ് കൂടുന്നത്. ഇല്ല പിശാചിന്റെ കൂടെ പാപി കൂടിയ പിശാച് ഒന്നുകൂടി പാപിയാവും. അങ്ങനെ പറയും. ശിവന്റെ കൂടെ പാപി കൂടിയ ശിവൻ എങ്ങനെ പാപിയാവും? അത് എന്ത് 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 പഴഞ്ചൊല്ലാണത്? പിശാശ്, പാപി എന്തൊക്കെയാ പറയണത്? എല്ലാരും കൂടി ഞങ്ങളുടെ EP ഏറി കയറ്റാണല്ലേ. ഒരു കാര്യം ചെയ്യാം, കളത്തിലെ ഗോവിന്ദ മാഷിനിറക്കാം. അപ്പൊ കാര്യങ്ങൾക്ക് ഏകദേശം തീരുമാനിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം ചർച്ച ചെയ്യേണ്ട പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. കാരണം അതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാണ്. നിലപാടാ പ്രശ്നം, രാഷ്ട്രീയ പ്രശ്നം. അപ്പോൾ രാഷ്ട്രീയ നിലപാടും പ്രശ്നങ്ങളും കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോകണം. അത് രണ്ടും വേർതിരിച്ച് കാണണം. അതല്ലൊരു മുന്നറിയിപ്പാണ്. സഖാവ് പിണറായി ഇന്ന് പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടൊരു മുന്നറിയിപ്പാണ്. അത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞെന്ന് ആർക്കൊന്നും മനസ്സിലായില്ലല്ലോ. അതാണ് ഒക്കെ വിപ്ലവകരമായ താത്വിക അവലോകനാണ് മക്കളെ. അതൊന്നും നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. എന്തെങ്കിലും പണി കിട്ടിയെന്ന് മനസ്സിലായ നമ്മുടെ മാഷി താത്വിക അങ്ങോട്ട് ഇറക്കും. അപ്പൊ എല്ലാം സെറ്റ്. ബുദ്ധിമാൻ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് ഇനി എന്തുട്ടാ കാര്യം? ഞങ്ങളുടെ EP മനസ്സിന് മുറിവേറ്റിരിക്കുന്നു. പിന്നല്ലാണ്ട് ഉറ്റ ചങ്ങാതി തള്ളി പറഞ്ഞാൽ ആർക്കായാലും സങ്കടം വരില്ലേ? ഈ വിഷമം മാറാൻ അടുത്തത് ഏത് ആയിട്ട് കൂട്ടുകൂടാനാണോ എന്തോ EP ആലോചിക്കണത്. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി പിന്നെ കാണാം. നന്ദി, നമസ്കാരം.